ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. എക്സാമിന്റെ ഒരു അടുത്തെത്തുമ്പോൾ ഞാൻ ഒരുപാട് ഏരിയാസ് എനിക്ക് കവർ ചെയ്യാനായി സാധിച്ചില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പാനിക് ആവുന്ന അവസ്ഥ. ഇനി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അല്പം ട്രിക്കുകൾ ഒന്ന് പരിചയപ്പെട്ടാലോ? ഏതൊരു പരീക്ഷയും പാസ്സാവാനായി, എക്സ്പെഷ്യലി നമ്മുടെ HSC പരീക്ഷ പാസ്സാവാനായി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 10 ട്രിക്കുകളുണ്ട്. അത് കുറച്ചെണ്ണം നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്താലോ? നമുക്ക് നോക്കാം അല്ലെ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചോദ്യങ്ങളെ ഡീറ്റെയിൽ ഔട്ട് ചെയ്യുന്ന ഒന്നുമില്ല, മറിച്ച് ട്രിക്കുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായി പോകുന്നത്. അപ്പൊ ഇന്ന മാത്തമാറ്റിക്സ് ക്ലാസ്, ഇത് പ്രീവിയസ് ആയി നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. In a mathematics class, if a teacher uses sub skills such as movement, gestures, change in speech pattern and change in interaction style, then the teacher is using skill of demonstration, skill of illustrating with example, skill of set induction, skill of stimulus variation. ഇവിടെ ഏതാണ് വരിക? ചെറിയൊരു ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് കാണുമല്ലേ? അപ്പൊ നമുക്ക് ട്രിക്ക് പഠിച്ചാലോ? പഠിക്കാല്ലേ? ഞാൻ പറഞ്ഞു 10 ട്രിക്കുകൾ ഉണ്ട് നമുക്ക്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ട്രിക്കാണ് കീവേഡ് ട്രിക്ക് എന്ന് പറയുന്നത്. അതായത് ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനായി സാധിക്കും. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മൂവ്മെന്റ് ഉണ്ട്, അതേപോലെ ജസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ചേഞ്ച് ഇൻ സ്പീച്ച് പാറ്റേൺ ഉണ്ട്, ഇന്ററാക്ഷൻ സ്റ്റൈലുകൾ ഉണ്ട്. ഇതൊക്കെ എന്താണ്? എന്തിന്റെ കീവേഡുകളാണ്? അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് ഡിമോൺസ്ട്രേഷൻ ആണോ? ഡിമോൺസ്ട്രേഷൻ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. ഇലുസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ, ഇവിടെ എന്തെങ്കിലും എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടോ? ടീച്ചർ എക്സ്പ്ലെയിൻ സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. സ്കിൽ ഓഫ് സെറ്റ് ഇൻഡക്ഷൻ, ഇത് സെറ്റ് ഇൻഡക്ഷൻ മൈക്രോ ടീച്ചിങ് സ്കില്ല് അല്ലെ, അതുമായി റിലേറ്റ് ചെയ്യുന്നത്. സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ എന്താണ്? ഇവിടെ എല്ലാം പറയുന്നത് വേരിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയല്ലേ. നമ്മൾ എങ്ങനെ മാറുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ക്ലാസ് എടുക്കുന്നു. അപ്പൊ അവിടെ എന്താ? വേരിയേഷൻസിനാണ് നമ്മൾ അവിടെ കൂടുതലായിട്ട് പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഈ ഒരു ഓപ്ഷൻ? ഈ ഒരു ഓപ്ഷൻ തന്നെയല്ലേ അവിടെ ഏറ്റവും കൂടുതൽ ചേർന്ന് വരുന്നത്. അപ്പൊ ഈ ഒരു ട്രിക്കിനെയാണ്, ഒന്നും പഠിച്ചില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിൽ ഗസ് വർക്കുകൾ നടത്താം. ആ നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ട്രിക്കുകൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഇവിടെ മൂവ്മെന്റ്, ജസ്റ്റർ, ചേഞ്ച്, എക്സ്പെഷ്യലി ഈ ചേഞ്ച് എന്ന് പറയുന്നത് തന്നെയല്ലേ സ്റ്റിമുലസ്, വേരിയേഷൻ, അസോസിയേറ്റഡ് വേർഡ്സ് അല്ലേ? യെസ്. ഇവിടെ പെർഫോമിംഗ്, അതെന്താണ്? ഡെമോൺസ്ട്രേഷൻ. ഇവിടെ പെർഫോമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു കീവേഡ് ഉണ്ടോ? ഈ വാക്കുകൾ ചോദ്യത്തിൽ കണ്ടാൽ ഫ്രണ്ട്സ് നിങ്ങൾ ടെൻഷനെ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ ഉത്തരം എഴുതാം. പെർഫോമിംഗ് ആണെങ്കിൽ ഡെമോൺസ്ട്രേഷൻ തന്നെയായിരിക്കും അവിടെ വരുന്നത്. സെറ്റ് ഇൻഡക്ഷൻ എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഉത്തരം എഴുതാം മൈക്രോ ടീച്ചിങ് എന്ന്. ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ചേഞ്ച് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനായാലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടണ്ട, അവിടെ സ്റ്റിമുലസ് ആയിരിക്കും. ശ്രദ്ധിച്ചേ, ചേഞ്ച് ഇല്ലേ? ഇവിടെ ചേഞ്ച് ഉണ്ട്. മൂവ്മെന്റ്, ജസ്റ്റേഴ്സ്, സ്പീച്ച് പാറ്റേൺ, പാറ്റേൺ ഒക്കെ ഇതിന്റെ എന്താണ്? കീവേഡ്സ് ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ആ ഒരു ടെക്നിക്ക് പിടികിട്ടിന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മള് 10 ട്രിക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. 10 ട്രിക്കുകളില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രിക്കാണ് കീവേഡ്. കീവേഡ്സ് ആണ് ആദ്യം നോക്കേണ്ടത്. കീവേഡ്സ് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? മറ്റ് ട്രിക്കുകളിലേക്ക് പോകാവുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. റെഡി? ഏത് ട്രിക്കാണെന്നായിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. Which of the following is not true in the case of revised Bloom's taxonomy? Evaluation is no longer the highest level in the pyramid. Category names are verbs instead of noun. Metacognition is added. Objectives are meant to describe learners' behavior rather than thinking process. ഏതാ? ഇത് തന്നെയാണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് അത് റൈറ്റ് ആൻസർ ആയിട്ട് വന്നത്? തിയറി അറിയില്ല, അയ്യോ പഠിച്ചത് മറന്നുപോയി, എ ആണോ ബി ആണോ, മനസ്സ് പറയുന്നു ബി ക്ലിക്ക് ചെയ്യാൻ, പക്ഷെ തെറ്റിപ്പോയോ, ഇനി സി ആയിരിക്കുമോ? ഇനി കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇതിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഏറ്റവും നീളം കൂടിയത് ഏതാ? the lengthiest trick അല്ലേ? യെസ്, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ് ലെങ്തിയസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് ഒന്നും കൂടെ നിങ്ങൾ ചോദ്യം വായിച്ചു നോക്കുക. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നു. ഈ 4
ഓപ്ഷൻസിൽ ഏറ്റവും വലിയത് ഏതാണ് എന്നൊന്ന് നോക്കിക്കേ. ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ളത് ഒന്നും ഡൗട്ട് അടിക്കാതെ തന്നെ നമുക്ക് പറയാം ഓപ്ഷൻ ഡി ആണല്ലേ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ് ലെങ്തിയസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം അടുത്തൊരു ട്രിക്കോട് കൂടി. Which of the statements regarding abolition of the titles under Article 18 is bar are correct? First one, no title not being a military or academic distinction shall be conferred by the state. No citizen of India shall accept any title from any foreign state. No person who is not a citizen of India shall, while he holds any office of profit or trust in the state, accept without consent of the president any title from any foreign state. 4. No person holding any office of profit or trust under the state shall, without the consent of the president, accept any present emoluments or offers of any kind from or under foreign state. 1 and 2 only, 2 and 3 only, all of the above, 1, 2 and 4 only. റൈറ്റ് ആൻസർ ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദി എബവ് ആണ്. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നെഗേഷൻ അതുപോലെ തന്നെ ഓൾ ഓഫ് ദി എബവ് ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം ഈ ചോദ്യം. ഇവിടെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ which of the following statement regarding abolition of title under Article 18 is bar are correct എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചോദ്യം തരുന്നു. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാത്തിലും ഒരു നോ സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് ഈ നെഗേഷൻ എന്ന് പറയുന്നത്. ഈ നോ എന്ന് പറയുന്ന വാക്ക് വരികയാണെങ്കിൽ അത് നിങ്ങൾ ഓർക്കുക നെഗേഷൻ ആണ്. നെഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് സെൻസിലാണ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നോ വരുന്നു, അടുത്തത് യെസ് വരുന്നു, അങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ആ നെഗേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാത്തിലും വന്നിട്ടുണ്ടോ, നോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണോ വന്നിട്ടുള്ളത്? കാരണം നമുക്ക് എലിമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് വേറെ ട്രിക്കുകളൊക്കെ അവിടെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ സ്റ്റുഡൻസിനൊക്കെ പകർന്നു കൊടുക്കുന്നതാണ്. കാരണം 10 ട്രിക്കുകൾ പഠിച്ചാൽ തീർച്ചയായിട്ടും എക്കണോമിക്സിന്റെ സെഷൻ മാത്രമല്ല സോഷ്യൽ സയൻസിന്റെ എൻറ്റയർ ആയിട്ടുള്ള സെഷനും എല്ലാ ഏരിയാസും നിങ്ങൾക്ക് ജനറൽ പാർട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം നോ 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 ഒരെണ്ണെങ്കിൽ യെസ് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നെഗേഷൻ ട്രിക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആണ്, കറക്റ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. യെസ് വന്നിരുന്നെങ്കിൽ അത് നമുക്ക് ഒഴികെ എന്ന് പറയാമായിരുന്നു. ഇതിന്റെ ഉത്തരം എനിക്ക് അറിയില്ല എന്നാണെങ്കിൽ ഭൂരിഭാഗം കേസുകളിലും നിങ്ങൾക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഓൾ ഓഫ് ദി എബവ് തന്നിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം കേസും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കീവേഡുകളെ റിലേറ്റ് ചെയ്ത് നെഗേഷൻ ട്രിക്കിന്റെ മറ്റു ആപ്ലിക്കേഷൻ അതിന്റെ റിലേറ്റ് ചെയ്യുന്ന വേറെ ട്രിക്കുകളും ഉണ്ട്. അതെല്ലാം നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെയും ചേഞ്ചസ് വരാം. പക്ഷേ ആസ് ഇഫ് നൗ എല്ലാ സ്റ്റേറ്റ്മെന്റും നോ ആണ്. ഇവിടെ ആദ്യത്തേൽ നോ ആണ് കിടക്കുന്നത്. നോ ആണ്, നോ ആണ്, നോ ആണ്. അപ്പൊ എല്ലാം നോ തന്നെയാണ് അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഓൾ ഓഫ് ദി എബവ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം നെഗേഷൻ നോക്കി. നെഗേഷൻ നോക്കുമ്പോൾ എല്ലാം നോ ആ കിടക്കണേ. അപ്പൊ പിന്നെ ഒരു ടഫും ഇല്ല. ഭൂരിഭാഗം കേസിലും ഓൾ ഓഫ് ദി എബവ് തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അല്ലാത്ത കേസസിൽ നെഗേഷനിലും കീവേഡ്സിലും വ്യത്യസ്തത വരും. അത് നമ്മൾ വേറൊരു ട്രിക്കാണ്, അപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആയിരിക്കും. അപ്പൊ നമ്മൾ 3 ട്രിക്കുകൾ ഇന്ന് ഡിസ്കസ് ചെയ്തു അല്ലെ. 10 ട്രിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാകട്ടെ ഈ ഒരു പരീക്ഷ. അപ്പൊ ഈ ട്രിക്കുകളെല്ലാം നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. സോ താങ്ക് യു.